സൂരജ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് അഭിവാദ്യവുമായി സിപിഐഎം പ്രവർത്തകർ. തലശ്ശേരി കോടതി വളപ്പിലാണ് സിപിഐഎം പ്രവർത്തകർ മുദ്രാവാക്യങ്ങളുമായി എത്തിയത്. ശിക്ഷിക്കപ്പെട്ടവർ കുറ്റവാളികൾ ആണെന്ന് കരുതുന്നില്ലെന്നും അപ്പീൽ പോകുമെന്നും സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ പറഞ്ഞു. എന്തായാലും ശിക്ഷിക്കപ്പെട്ടവര് കുറ്റവാളികളാണെന്ന് ഞങ്ങൾ കാണുന്നില്ല. കോടതി ഇപ്പോൾ തെളിവുകളും വസ്തുതകളും നോക്കിയിട്ടായിരിക്കും ഇപ്പം ശിക്ഷ വിധിച്ചത്. പക്ഷെ അതിൻ്റെ മേലെ നിരപരാധികളായ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ നിരപരാധിത്വം കോടതിയുടെ മുമ്പാകെ തെളിയിക്കാൻ വേണ്ടിയും പരിശ്രമിക്കും. അരുൺ പൂപ്പറമ്പ് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. അരുൺ, ഏത് സാഹചര്യത്തിലാണ് ഈ ശിക്ഷിക്കപ്പെട്ടവർ കുറ്റവാളികളല്ല എന്ന് എം.വി. ജയരാജൻ പറയുന്നത്? അതേസമയം തന്നെ ഈ കോടതി വളപ്പിൽ നിന്ന് എന്തൊക്കെയാണ് നടന്നത്? പ്രതികൾക്ക് അഭിവാദ്യമായി സിപിഎം പ്രവർത്തകർ എത്തിയെന്നൊക്കെ കേൾക്കുന്നു. പ്രവിധ, CPM നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇവർ കുറ്റവാളികളല്ല, അതായത് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർ കുറ്റവാളികളല്ല എന്നായിരുന്നു നേരത്തെ കഴിഞ്ഞ ദിവസം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. അത് എം.വി. ജയരാജൻ ആവർത്തിക്കുകയാണ്. ഇവർ നിരപരാധികളാണ്, ഇവരുടെ നീതിക്ക് വേണ്ടി CPIM നിയമ പോരാട്ടം തുടരും, ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും, അതിൻ്റെ കൂടുതൽ ഈ വിധിപ്പകർപ്പ് ഉൾപ്പെടെ പരിശോധിച്ച ശേഷം അതിൻ്റെ നടപടികൾ സ്വീകരിക്കും എന്നതാണ് CPIM വ്യക്തമാക്കുന്നത്. അതിൽ CPIMൻ്റെ പ്രാദേശിക നേതാക്കളുണ്ട്, മുൻ ലോക്കൽ സെക്രട്ടറി ഉണ്ട്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരൻ PM മനോരാജ് ഉണ്ട്, TPK പ്രതി TK രജീഷ് ഉണ്ട്. ഇവർക്കെല്ലാം വേണ്ടി മേൽക്കോടതിയിൽ അപ്പീൽ നൽകും എന്നതാണ് CPIMൻ്റെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ CPIM ഈ കേസുമായി ബന്ധപ്പെട്ട നിലപാട് പറഞ്ഞിട്ടുള്ളതാണ്, അത് ആവർത്തിക്കുകയാണ് എം.വി. ജയരാജൻ ചെയ്തത്. കോടതിയിൽ ഇന്ന് അവരെ ശിക്ഷ വിധിച്ച് പ്രതികളെ ജയിലിലേക്ക് മാറ്റുമ്പോൾ, കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നതിനിടെ കോടതിക്ക് മുന്നിൽ വെച്ച് CPIM പ്രവർത്തകർ, നൂറുകണക്കിന് CPIM പ്രവർത്തകർ അവിടെ ഒത്തുചേർന്നിരുന്നു. CPIM പ്രവർത്തകർ അഭിവാദ്യം വിളിച്ച്, മുദ്രാവാക്യം വിളിച്ചാണ് അവരെ ജയിലിലേക്ക് യാത്ര അയച്ചത്. അത്രത്തോളം പ്രവർത്തകർ ഇന്ന് അവിടെ ഒത്തുചേരുകയും ചെയ്യുന്നു. പോലീസിൻ്റെയും വലിയ സുരക്ഷാ വിന്യാസം അവിടെ തലശ്ശേരി കോടതി പരിസരത്ത് ഉണ്ടായിരുന്നു. എന്തായാലും ഇതിൽ രാഷ്ട്രീയമായി CPM ഈ കേസിൽ ഇവർ ശിക്ഷിക്കപ്പെട്ടതോടെ പ്രതിസന്ധിയിലാകുന്നു എന്നത് ഒരു വശത്ത് നിൽക്കുമ്പോൾ, അവരെ നിയമപരമായി അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപോരാട്ടം തുടരും എന്നതാണ് നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ശരി, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുൻപ് തന്നെ നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഈ ശിക്ഷിക്കപ്പെട്ടവർ പ്രതികളല്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. മേൽക്കോടതിയെ സമീപിക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്.